ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമുക്ക് ടി വിയുടെ സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഭിത്തിയിൽ തന്നെ നീറ്റായിട്ട് വയറുകളൊന്നും കാണാത്ത രീതി, അതായത് HDMI കേബിൾ അതുപോലെ തന്നെ പവർ കേബിളുകൾ ഇതൊന്നും കാണാത്ത രീതി ഭിത്തിയിലൂടെ എങ്ങനെ കൺസീൽ ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളൊരു ഓപ്പണായിട്ട് വരുന്ന മെയിനായിട്ട് വരുന്നൊരു ഏരിയയാണ് ഫുൾ ഭിത്തി വരുന്നത്. ആ ഭിത്തിയുടെ സെൻട്രലായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ടി വി വയ്ക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ടി വിയുടെ രണ്ട് മുകളിലായിട്ട് നമ്മൾ LED TV ആണ് കൊടുക്കുന്നതെങ്കിൽ, സ്മാർട്ട് TV ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് പ്ലഗ് വരുന്ന രീതിയിലും താഴെ നമ്മളൊരു 3 പ്ലഗ് വരുന്ന രീതിയിൽ ഒരു 6 മോഡികളുടെ സ്വിച്ച് ബോർഡാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 50 സെൻറ്റിമീറ്ററിന് താഴെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, 50 സെൻറ്റിമീറ്റർ നമ്മൾ ചെറിയൊരു ടേബിൾ താഴെ കൊടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. താഴത്തെ മാത്രം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 50 സെൻറ്റിമീറ്റർ ലെവലിൽ ചെയ്യുന്നു. മുകളിലേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഭിത്തിയിൽ തന്നെയാണ് നമ്മുടെ TV കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 120 സെൻറ്റിമീറ്ററിലാണ് 120 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഈ പറയുന്ന 2 മോഡികളുടെ ഒരു ബോക്സ് കൊടുക്കുന്നു. 2 മോഡികളുടെ ബോക്സിലാണ് നമ്മുടെ LED TVയുടെ പവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ അതിൻ്റെ മെയിനായിട്ട് കൺട്രോളിങ് വരുന്നത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ടി വിയുടെ ഏരിയയിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഈ ഏരിയയിലേക്ക് മാറിയതിന് ശേഷം നമുക്ക് അവിടെ ഒരു DP സ്വിച്ചാണ് കൊടുക്കുന്നത്. കണ്ടോ, ഈ പറയുന്ന മെയിൻ 12 മോഡികളുടെ ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ ഇപ്പുറത്തേക്ക് മാറിയതിന് ശേഷം നമ്മളൊരു മെയിൻ ബോഡിയിൽ ഒരു 12 മോഡികളുടെ ബോക്സിൽ അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മളൊരു DP സ്വിച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഘടകം. നമ്മൾ ഈ കൺസീൽഡ് ചെയ്യുന്നതിൻ്റെ കൂടെ 2 ഇഞ്ച് പൈപ്പ് ഇട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ LED TVയുടെ ബാക്കിൽ വരുന്ന പവറിന് വേണ്ടി കൊടുത്തു. താഴെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് അതുപോലെ എന്തെങ്കിലും ഹോം തിയേറ്റർ അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും താഴെ നമുക്ക് ഇനി വൈഫൈ കണക്ഷൻ അതിന് വേണ്ടിയിട്ടാണ് 3 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ഇഞ്ച് പൈപ്പ് വെച്ച് മൂടി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് നമ്മൾ ഈ 2 ഇഞ്ച് പൈപ്പ് 2 ബെൻഡ് വെച്ചിട്ട് മുകളിൽ നിന്ന് 120 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ നിന്നും നേരെ താഴേക്ക് നമ്മൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവന്ന് ഇടേണ്ടത്. ഇതാണ് അതിൻ്റെ മെയിൻ ഘടകം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പ്ലഗിൽ കൊടുത്തേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ മുകളിലേക്ക് പോകേണ്ട HDMI കേബിളും, അതായത് ടി വിയുടെ മുകളിലേക്ക് പോകേണ്ട HDMI കേബിൾ, അതുപോലെ തന്നെ ഓഡിയോ ഔട്ട് ഉണ്ടെങ്കിൽ ഓഡിയോ ഔട്ട്, എന്തൊക്കെ വയറുകളാണ് പോകുന്നത് ഇതെല്ലാം നമ്മൾ പിന്നെ ആൻറ്റിന, ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ആൻറ്റിന. ഈ പറയുന്ന എന്തെങ്കിലും മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന 2 ഇഞ്ച് പൈപ്പ് നിങ്ങൾ കാണാൻ സാധിക്കും. ആ 2 ഇഞ്ച് പൈപ്പിൻ്റെ ബെൻഡിലൂടെ നേരെ വലിച്ച് നമുക്ക് മുകളിലേക്ക് ടി വിയുടെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒട്ടും വയറ് ഞാണ്ട് കിടക്കാത്ത രീതിയിൽ, ഒട്ടും വയറ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കൺസീൽഡ് ആയിട്ട് ഭിത്തിയുടെ ഉള്ളിലായിരിക്കും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നീട് നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ വളരെ സിമ്പിളായിരിക്കും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് TV മാറ്റുന്നതിനോ അല്ലെങ്കിൽ TVയുടെ മാറ്റി അതിൻ്റെ കേബിളുകൾ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് മാറ്റുന്നതിനോ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്രയും വലിപ്പമുള്ള 2 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് ഊരിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല TV ഒരുപാട് പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ നീറ്റായിട്ട് കൂടി വന്ന ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ TVയുടെ പ്രൊജക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒരു വയറുകൾ പോലും ഞാണ്ട് കിടക്കില്ല. കുട്ടികളോ കാര്യങ്ങളോ ആരെയും പിടിച്ച് വലിക്കുകയോ കാര്യങ്ങൾക്കോ അങ്ങനത്തെ യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന ചുമരിനോട് ചേർത്ത് നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ ഏറ്റവും താഴെ വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് വയ്ക്കാം. ഇനി നിർബന്ധം ഇല്ലെങ്കിൽ കൂടി നമുക്ക് അവിടെ സെറ്റ് ഓഫ് ബോക്സ് കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു സ്റ്റാൻഡ് കൊടുത്തിട്ട് നമുക്ക് അതിൽ സെറ്റ് ഓഫ് ബോക്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ സെപ്പറേറ്റ് TVയുടെ ഒരു സ്റ്റാൻഡ് വയ്ക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്താൽ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് നീറ്റായിട്ട് TVയുടെ ഏരിയ യാതൊരു തടസ്സവുമില്ലാതെ, അതായത് നമ്മുടെ പാസിങ് ഏരിയയ്ക്കോ അത് ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്താൽ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് ഒരു സൈഡിൽ ഒതുങ്ങി നമ്മുടെ LED TV അല്ലെങ്കിൽ സ്മാർട്ട് TV വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന അവിടേക്ക് ആൻറ്റിന പൈപ്പിലേക്കൂടെ വേണമെങ്കിലും വൈഫൈയുടെ കണക്ഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ DTHൻ്റെ കണക്ഷൻ കൊണ്ടുവരാം. ഏത് വേണമെങ്കിലും നമുക്ക് അതിലൂടെ വയറ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ആ HDMI കേബിൾ അല്ലെങ്കിൽ പറയുന്ന വൈഫൈ കണക്ഷനോ അല്ലെങ്കിൽ ആൻറ്റിനയ്ക്ക് വേണ്ടി നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന പൈപ്പ് നേരെ പുറത്തേക്ക് തുളച്ചിട്ടാൽ മാത്രം മതി. നമുക്ക് ഏത് വേണമെങ്കിലും താഴത്തെ TVയോ മുകളിലത്തെ TV ആയിട്ട് ലിങ്ക് ചെയ്യുന്നതിന് വൈഫൈ കണക്ട് ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു ചെറിയ ഏരിയയിൽ നമുക്ക് എങ്ങനെ നീറ്റായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ എങ്ങനെ TV അറേഞ്ച് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് അതുപോലെ ഇതുപോലെ ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ എനിക്കത് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കൂടുതൽ ആളുകൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.